സിനിമയ്ക്ക് പേരിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറെ ചർച്ചകൾ നടത്തിയിട്ടുള്ള അത് പറയാൻ എനിക്കൊരു നാണവുമില്ല. കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോ അതിനെ തർക്കം വെക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മാത്രവുമല്ല, ഞാൻ ആഗ്രഹിക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്, ഇവിടെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പഞ്ചതത്വങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഭാവാത്മക മതേതരത്വം എന്നുള്ള പോയിന്റാണ്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്ന്. സാറ് തന്നെ. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ കമന്റിൽ നിന്ന് പോലും പഠിക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയണം എന്ന് ഞാൻ ഇപ്പോൾ തൽക്കാലം അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ആവശ്യത്തിന് അനാവശ്യത്തിന് 100 കൂട്ടം കാര്യങ്ങൾക്ക് കത്തെഴുതാറുള്ള നിങ്ങള് എന്തിനീ പട്ടിയുടെ കാര്യം എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചു? അപ്പൊ ഞാൻ അറിയാത്ത കാണാത്ത ഒരു വസ്തുതയെ കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കില്ല. ഒട്ടേറെ പെൺകുട്ടികള് പല കേന്ദ്രങ്ങളിലും അവരെ രഹസ്യ അറകളിൽ അടച്ചതിനു ശേഷം ആ പെൺകുട്ടികൾ പുറത്തു വന്നിട്ടുണ്ട്. എന്റെ പൊന്നു ജോസ്പേട്ട, ഇനിയെങ്കിലും ഈ പന്നത്തരം പറച്ചിലൊന്ന് നിർത്ത്. അങ്ങനെ പുറത്തു വന്നിട്ടുള്ള പെൺകുട്ടികളുടെ അവര് ഒരുമിച്ച് കൂടിയിരിക്കുകയും അവർ അവരുടേതായിട്ടുള്ള അവർ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് അവർ ഇന്ന് കേരളത്തിലുണ്ട്. ഞാനല്ല അത് പറയേണ്ടത്, അത് നിങ്ങളാണ് പറയേണ്ടത്. ഈ സിനിമ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ച ഒരൊറ്റ ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ എന്റെ ആൻസർ എന്ന് പറയുന്നത്, ആ സിനിമ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ ആ വിഷയത്തിൽ മറുപടി പറയൂ. എന്താണ് എനിക്കൊന്നും അറിയില്ലെന്നാണോ എന്റെ വിചാരം? ഒരു പത്രസമ്മേളനം, ഞാൻ ഉദാഹരണം പറയാം, ഒരു പത്രസമ്മേളനം ഞാൻ നടത്തുന്നത് എന്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകന്മാർ എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ഞാൻ പറയുന്ന വിഷയങ്ങളിലെ ഗൗരവതരമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം, ഒരു ചോദ്യമോ ഒരു ഉത്തരമോ കേരളത്തിലെ പൊതുജനങ്ങളുടെ മുൻപാകെ എത്തിക്കണം എന്നുള്ള അപേക്ഷയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പത്രസമ്മേളനവുമായിട്ട് വരുന്നത്. മൂന്നാമതായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്, നിങ്ങളും ഞാനും ചർച്ച ചെയ്യപ്പെടേണ്ട ഭാവി കേരളത്തെക്കുറിച്ചുള്ള ഒരു വസ്തുതയാണ്. സിനിമയെക്കുറിച്ചുള്ള ഒരു ചോദ്യം അടുത്ത പത്രസമ്മേളനത്തിൽ ചോദിക്കാം, അപ്പൊ ഞാൻ മറുപടി പറയും. കേരളത്തെക്കുറിച്ച് വെറുപ്പും വിദ്വേഷവും പടർത്തിയ കേരള സ്റ്റോറി എന്ന ചിത്രത്തിന് 2ാം ഭാഗം വരികയാണ്. 1ാം ഭാഗത്തെ കടത്തിവെട്ടുന്ന വർഗീയ വിഭജനമാണ് ലക്ഷ്യം എന്ന് ട്രെയിലറിൽ നിന്ന് വ്യക്തം. കേരള സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമല്ല, കാണണ്ട. ട്രെയിലറിന്റെ മുഴുവൻ കാണാൻ പറ്റാത്ത അവസ്ഥ. ഇഷ്ടമുള്ളവർക്ക് കാണാൻ അവരുടെ അവകാശമാണ്. എമ്പുരാനെ പറഞ്ഞല്ലോ ഞാൻ ഓൾ ദി ബെസ്റ്റ്. പക്ഷെ എന്റെ ഒരു അവകാശമാണ് കാണാൻ പറ്റി. എനിക്ക് കാണണമെങ്കിൽ ഞാൻ കാണില്ല. അത് മുഖ്യമന്ത്രി അല്ലല്ലോ തീരുമാനിക്കുന്നത്. എന്നിട്ട് ഇതിന്റെ നിങ്ങൾ എമ്പുരാനിൽ 34 ഭാഗം സെൻസർ ചെയ്തത്. ആ ആന്റഗണിസ്റ്റിന്റെ പേര് വരെ എന്തിനു മാറ്റി? OTT-ൽ ഇറങ്ങിയ ഒരു സിനിമയിൽ ബീഫ് എന്ന വാക്ക് പറയുന്നത് കൊണ്ട് അത് മ്യൂട്ട് ചെയ്ത ആൾക്കാരാണ്. ഹാല് എന്ന് പറയുന്ന മലയാള സിനിമയിൽ ബീഫ് ബിരിയാണി എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് CBFC എത്ര ദിവസമാണ് സർട്ടിഫിക്കേഷൻ ഡിലേ ആക്കിയത്? നമസ്കാരം. ബംഗാളികളുടെ കേരള സ്റ്റോറി കണ്ടു പറ്റൂ. അതിലാ പെൺകുട്ടി ബീഫ് കഴിക്കാൻ മടിക്കുന്നത് എന്തറിയോ? ചെറുപ്പം മുതലേ ബീഫ് പഠിപ്പിക്കണമായിരുന്നു. ഏതായാലും എന്റെ ഇടവയിൽ ഞാൻ കാണിക്കേണ്ടത് കേരള സ്റ്റോറി അല്ല, അതെന്റെ ബോധ്യമാണ്. സോറി അളിയ, ഇനി അളിയനെ പ്രതിക്കൂട്ടിലാക്കിയില്ല, അതിനുള്ള പ്രതിവിധി എന്റെ ഉണ്ട്. അപ്പൊ ഉറപ്പായിട്ട് അത് ചെയ്യില്ല എന്നുള്ളത് നമ്മുടെ ബോധ്യമാണ്. പിന്നെ എന്ത് ഇത്തരത്തിലുള്ള പ്രൊപ്പഗാണ്ടയാണ് പ്രചരിപ്പിക്കപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ മണിപ്പൂരിനെ മറക്കരുതെന്ന് പറയാം. സത്യം പറഞ്ഞാലേ ഇപ്പോഴൊന്നും ആശ്വാസമായിരുന്നു. പറഞ്ഞുകൊണ്ടേയിരിക്കണം. ശരിയാണ്, മണിപ്പൂരിന്റെ ഇഷ്യൂസ് കഴിഞ്ഞിട്ട് എത്ര നാളായി. ഞാൻ ഇപ്പൊ ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? ഉറപ്പായിട്ടും ഇല്ല. പക്ഷേ മറ്റൊരു കേരള സ്റ്റോറി പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുമ്പോ ഞാനത് പറഞ്ഞേ പറ്റുള്ളൂ. കുറച്ച് പൊങ്ങും മുമ്പാണെങ്കിൽ അതങ്ങ് കരിച്ചു കളയാൻ അതിന്റെ മുരട്ടിലൊന്ന് മുള്ളിയാ മതി. ഇതിപ്പോ മരമായിട്ട് അവന്റെ വരവ്. മണിപ്പൂരിനെ മറക്കരുതെന്ന്. അപ്പൊ അത് പറയാനുള്ള ഒരു വേദി എനിക്ക് വളരെ നാച്ചുറലായിട്ട് കിട്ടി. ആ കറക്റ്റ് ഹിറ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഹിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഭയങ്കരമായ ആള്, വെറും ഭയങ്കരനല്ല, ഭയങ്കരമായ. നമ്മുടെ മലപ്പുറത്ത് ചങ്ങനോളത്ത് ആര് കേട്ടാലും വിശ്വസിക്കില്ലാലും ഞാനൊരു കാര്യം പറയാം. ഏറ്റവും നല്ല ബീഫ് കിട്ടുന്ന സ്ഥലം പറഞ്ഞിട്ടേ, അത് CM ഹോട്ടല്, ഒന്ന് നമ്മളെ കേരള ഫേമസ് ഹോട്ടല്, പിന്നെ കാദർഖാന്റെ ചായക്കട. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. ചെരക്കലാണെങ്കിൽ നമ്മളെ ചെരക്ക ചോയ്സ് ഹോട്ടലിൽ കിട്ടാ അടിപൊളി ബീഫും പൊറോട്ടയും കിട്ടും അവിടെ. പിന്നെ ബീഫും പഴംപൊരിയും കിട്ടുകയാണെങ്കിൽ നമ്മളെ കുറ്റിപ്പാലം ഉണ്ട്, നടുവട്ടം കുറ്റിപ്പാലം. ഏതായാലും ആനയുടെ സമയം കൊള്ളാം. ചെറുപ്പം മുതലേ കുട്ടികൾക്ക് ബീഫ് കൊടുത്ത് പഠിക്കുക, എന്നാലാണ് അവര് ഒരു മടിയും കൂടാണ്ട് ബീഫ് കഴിക്കുള്ളൂ. നന്ദിയുണ്ടേ. ഇന്ത്യയിൽ നടക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ സിനിമയാക്കുമ്പോൾ അതെല്ലാം നിങ്ങൾ എന്തുകൊണ്ട് ബാൻ ചെയ്യുന്നു, സെൻസർ ചെയ്യപ്പെടുന്നു? പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം ഒന്നും അപ്പൊ നിങ്ങൾക്ക് വേണ്ടേ? ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ അതിന്റെ പ്രദർശനാനുമതി നിഷേധിച്ച് നിൽക്കുമ്പോൾ ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുന്ന സംവിധായകൻ ഷാജി കൈലാസ് ആണ്. സെൻസർ ബോർഡ് ആവശ്യമില്ല ഇവിടെ, അതാണ് ഞങ്ങൾ പറയുന്നത്. അവനൊന്ന് എന്താണോ ഇത് വൃത്തികേട്? തുമ്യാ മതി.
കൊടുങ്കാറ്റാണെന്ന് പത്രക്കാരെ എഴുതും. എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യ ഒന്ന്, സൗത്ത് ഇന്ത്യ ഒന്ന്, അതെന്ത് ഏർപ്പാടാണ്? അവിടെയൊക്കെ എന്ത് വേണം ചെയ്യാം. ഇവിടെ എന്തെങ്കിലും ചെറിയ സാധനം പറഞ്ഞാൽ ജാതീയമായിട്ടും ഇതായിട്ടും ആവശ്യമില്ലാതെ ഇവരാണ് കൊണ്ടുവരുന്നത്. ഈ കേരള സ്റ്റോറിയിൽ ബീഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് മ്യൂട്ട് ചെയ്യുന്നില്ല, നിങ്ങൾ അത് സെൻസർ ചെയ്യുന്നില്ല, ട്രെയിലർ പോലും ഒരു പ്രശ്നമില്ലാണ്ട് ഇറക്കുന്നു. ഒരു പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ജാനകി എന്ന് പേരിട്ട് കഴിഞ്ഞാൽ ഇവിടെ കലാപം ഉണ്ടാവുമോ? അത് മനസ്സിലാവുന്നില്ല. സിനിമയിലെ നായകൻ ഒരു കേന്ദ്രമന്ത്രിയാണ്, എന്നിട്ടും ആ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ഗതികേട് വരുന്നു എന്നുള്ളതാണ്. അദ്ദേഹമാണെങ്കിൽ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? എന്താ കാര്യം? പേടിക്കണമെങ്കിൽ അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. അത് പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹം മറുപടി പറയാൻ പാടില്ലായിരിക്കാം. അദ്ദേഹം ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ആളാണ്. ഇതും ഭരണഘടനാ രീതിയിലുള്ളതാണ് സെൻസർ ബോർഡ് ഓഫീസ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഒന്നും പറയാത്തത്. പിന്നെ നാണക്കെടുത്തി. അതിന്റെ ആദ്യത്തെ ഭാഗത്തിന് നിങ്ങൾ നാഷണൽ അവാർഡ് വരെ കൊടുക്കുന്നു. ഇനി ഇത് തിരിച്ചാണ് സംഭവിച്ചെങ്കിലോ ഏതെങ്കിലും ക്രിസ്ത്യനെ കൊണ്ടോ മുസ്ലിമിനെ കൊണ്ടോ ഫോഴ്സ് ചെയ്ത് ജയ് ശ്രീറാം എന്ന് വിളിപ്പിക്കുന്ന ട്രെയിലറിലിട്ട് കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പുകിലുണ്ടാക്കിയിരുന്നു. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ആ ട്രെയിലർ ഇറക്കാൻ നിങ്ങൾ സമ്മതിക്കോ? ആ ഡയറക്ടറിനെയും ആ ക്രൂനെയും എന്തൊക്കെ ചൂഷണം ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയാം, കേരള സ്റ്റോറിയുടെ ആദ്യ ഭാഗം കണ്ടിട്ട് ഇപ്പോഴും പല വീഡിയോസിന്റെ താഴെയും ആ കേരള സ്റ്റോറി ഞങ്ങൾ കണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് കോമന്റ് ചെയ്യുന്ന മലയാളികൾ അല്ലാത്ത മനുഷ്യന്മാരെ. അപ്പൊ ഇവരൊക്കെ ഇത് വിശ്വസിക്കുന്നവരാണ്. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? ഇലക്ഷന്റെ സമയത്ത് ഇങ്ങനെ ഒരു പ്രൊപ്പഗണ്ട മൂവി ഇറങ്ങിയിട്ട് മലയാളികളെ എല്ലാം മാറ്റാം, BJPക്ക് ഇവിടെ ഇലക്ഷന് ജയിക്കാൻ പറ്റും എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആദ്യം പറയാം, ഞങ്ങൾ ചാണകവും മൂത്രവും അല്ല കഴിക്കുന്നത്, പൊറാട്ടയും ബീഫും ആണ്. അവൻ തുമ്മിയാലല്ലേ അവന്റെ ജലദോഷം നമുക്ക് മാറ്റിക്കൊടുക്കാടോ. ജാനകി എന്ന നായികയ്ക്ക് പേരിട്ടാൽ നായകൻ ബീഫ് കഴിച്ചാൽ കത്രിക വെക്കുന്ന സെൻസർ ബോർഡ്. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കിപ്പോയി. മുസ്ലിം ജനവിഭാഗത്തെ ഭീകരവൽക്കരിക്കുന്ന ഈ വെറുപ്പിന്റെ വിപണനത്തിന് സമ്പൂർണ്ണ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇനി നീ എന്നെ ഇപ്പൊ തല്ലിയെ പോലും ഞാൻ മറന്നിട്ട് മിണ്ടില്ല. തല്ലിക്കോ, ഇനിയും തല്ലിക്കോ. നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന രംഗം ട്രോളായാണ് ഭൂരിപക്ഷം മലയാളികളും എടുത്തിരിക്കുന്നത്. ഇത്ര ചെറുപ്പത്തിൽ ഇത്ര വലിയ തമാശ പറയല്ലേ കൂമ്പോടിപ്പോ. ട്രോളിൽ ഒതുങ്ങുന്നതല്ല ഈ സിനിമ ഉണ്ടാക്കുന്ന സാമൂഹ്യ ദുരന്തം. സിനിമയുടെ ട്രെയിലറിൽ പറയും പോലെ ബിയോണ്ട് ഹേറ്റ്രെഡ് ആണ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ. മണ്ടത്തരങ്ങൾ മറ്റുള്ളവരെ പേരടിച്ചേൽപ്പിക്കരുത്. ഒരു സമൂഹത്തെ ആകെ അപരവൽക്കരിക്കുന്ന, ഭീകരരായി മുദ്രകുത്തുന്ന, നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ വിഷം കലർത്തുന്ന ഈ സിനിമാ വൈകൃതത്തെ പട്ടിക്ക് പുറത്തു നിർത്തേണ്ടത് മലയാളികളുടെ സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. കാരണം നിന്റെ ഈ ദേഹം മുഴുവൻ അസൂയ, കുശുമ്പ്, പിന്നെ ഒരു ചാക്ക് പൊസസീവ്നെസ്സും. എന്താ അതിന്റെ മലയാളം? സ്വാർത്ഥതാപൂർണമായ നിർബന്ധ ബുദ്ധി. ബുദ്ധിയും വിവേകവുമുള്ള കേരളീയർ വിചാരിച്ചാൽ പൊളിക്കാൻ കഴിയാത്തതായി ഒരു കള്ളക്കഥയുമില്ല. ഇതിലും ഭേദം വല്ല കക്കാനോ പിടിച്ചോടിക്കാനോ ഒറ്റ ഒരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്?